ഗുഡ്നസ് ടി വിയുടെ വിജയത്തിലേക്ക് എന്ന പരമ്പരയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. കഴിഞ്ഞ എപ്പിസോഡിൽ ദൈവ കൃപ കൊണ്ട്, ദൈവ സംരക്ഷണം മൂലം വെടിവെച്ചാലും എനിക്കിട്ട് ഏക്കത്തില്ല എന്ന് വളരെ അഭിമാനപൂർവ്വം അഹങ്കാരപൂർവ്വം ഞാൻ പറയുകയുണ്ടായി. അത്രമാത്രം ദൈവ സംരക്ഷണം അനുഭവിച്ചു വരുന്ന ഒരു വ്യക്തിയാണ്. ഇത് സംബന്ധിച്ച് എൻ്റെ അടുത്ത പുസ്തകം, എൻ്റെ മൂന്നാമത്തെ പുസ്തകമായ ആദ്യത്തെ പുസ്തകമായ വിജയത്തിലേക്ക് രണ്ടാമത്തേതായിരുന്നു ചരിത്രം സൃഷ്ടിക്കലായിരിക്കണം ജീവിത ലക്ഷ്യം. അല്ലാണ്ട് മറ്റുള്ളവർ സൃഷ്ടിച്ച ചരിത്രത്തെ ഏറ്റുപറഞ്ഞ് നടക്കലല്ല, നമുക്ക് ചരിത്രം സൃഷ്ടിക്കാൻ സാധിക്കണം. അതായിരുന്നു അതിൻ്റെ കണ്ടൻറ്റ്. അടുത്തത് ദൈവ സംരക്ഷണം എന്ന പേരിൽ എൻ്റെ അടുത്ത പുസ്തകം പബ്ലിഷ് ചെയ്യാൻ ഞാനുള്ള തയ്യാറെടുപ്പിലാണ്. അപ്പം ദൈവം എനിക്ക് തന്ന സംരക്ഷണ വലയം കൃപ, അത് എത്ര പറഞ്ഞാലും മതിയാകത്തില്ല. ഏതാനും ചില അനുഭവങ്ങളാണ് ഈ എപ്പിസോഡിൽ ഞാൻ ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. എനിക്കൊരു 20 വയസ്സ് പ്രായമുള്ളപ്പോൾ എനിക്ക് ഒരു യമഹ ബൈക്ക് ഉണ്ടായിരുന്നു. മണിമലയിൽ നിന്നും ഞാൻ എൻ്റെ രാധാകൃഷ്ണൻ എന്ന് പറഞ്ഞ രാധയെന്ന് വിളിക്കുന്ന എൻ്റെ ഒരു ജോലിക്കാരനുമായിട്ട് ബൈക്കിൽ പോകുമ്പോൾ അവിടുന്ന് ഒരു 2 കിലോമീറ്റർ അപ്പുറത്ത് വെച്ച് പത്തനംതിട്ടയിൽ ഏതൊരു കോളേജിൽ പഠിച്ചിരുന്ന കുറേ വിദ്യാർത്ഥികൾ 5-6 ബൈക്കുകളിലായി ആലപ്പുഴയിൽ പോയിച്ച് തിരിച്ച് ഒരു വളവിൽ റോങ് സൈഡിൽ ഓവർടേക്ക് ചെയ്ത് വന്ന് ചെന്നു. ഞാൻ എൻ്റെ വണ്ടിയുമായിട്ട് കൂട്ടിയിടിച്ചു. വണ്ടി കുറേ എൻ്റെ ഇത് പാളി കുറച്ചൊരു 10-50 അടി മുമ്പോട്ട് പോയി ജസ്റ്റ് മറിഞ്ഞു. എനിക്ക് ഒരു കുഴപ്പവും പറ്റിയില്ല. ഞാൻ നോക്കിയപ്പോഴത്തേനെ മറ്റേ ഇടിച്ച ബുള്ളറ്റുകാരായിരുന്നു. അവർ റോഡിൽ വീണ് കിടക്കുന്നു. എൻ്റെ പുറകിൽ ഇരുന്ന രാധ ഏതാനും പുറകിൽ ഇങ്ങനെ റോഡിൽ കിടന്നിങ്ങനെ പടയ്ക്കുന്നു. ഞാൻ ഓടിച്ചെന്ന് രാധയ്ക്ക് പിടിച്ചു. രാധ ഉടനെ എൻ്റെ രാധ ഇങ്ങനെ പിടിച്ചു. ഇപ്പോഴും ആ നഖം കൊണ്ട് ഇറങ്ങിയ പാട് എൻ്റെ കയ്യിൽ വ്യക്തമായിട്ട് കിടപ്പുണ്ട്. അന്നേരം ഏതൊരു വണ്ടി വന്നു. വണ്ടി കാഞ്ഞിരപ്പള്ളി ഗവൺമെൻറ് ആശുപത്രിയിൽ എത്തിച്ചു. അങ്ങനെ എൻ്റെ മടിയിൽ കിടത്തിക്കൊണ്ടാണ് പോകുന്നത്. ആശുപത്രിയിൽ എത്തിച്ച് ഡോക്ടർമാർ പരിശോധിച്ച് കഴിഞ്ഞിട്ട് പറഞ്ഞു മരിച്ചു പോയിട്ട് അരമണിക്കൂറായെന്ന്. എനിക്ക് ഭയങ്കര ഷോക്കായിപ്പോയി. കാരണം നമ്മുടെ പ്രിയപ്പെട്ട ജീവനക്കാരൻ എൻ്റെ കൂടെ വന്ന് ഒരു അപകടത്തിൽപ്പെട്ട് മരിച്ചു പോവുക എന്ന് പറയുന്നത് നമുക്ക് വിശ്വസിക്കാൻ സാധിക്കില്ലായിരുന്നു. പെട്ടെന്ന് എൻ്റെ ബോധം മറഞ്ഞു. ആ ഷോക്കിൽ എന്നെ പിടിച്ച് ഒരു കട്ടിലിൽ കിടത്തി. ഏതായാലും അപകടങ്ങൾ അറിഞ്ഞുകൊണ്ട് ആൾക്കാർ വന്നു നോക്കുമ്പം ചോരയിൽ കുളിച്ച് കിടക്കുന്നത് ഞാനാണ്. വീട്ടുകാരെയെല്ലാം അറിയിച്ചു, മാതാപിതാക്കളെ അറിയിച്ചു. അന്ന് അൽഫോൺസ് അണ്ണതാനം കോട്ടയം കളക്ടറായിരുന്നു. അച്ചായൻ വൈക്കത്തൊരു പ്രോഗ്രാമിലായിരുന്നു. പെട്ടെന്ന് പ്രോഗ്രാമെല്ലാം ക്യാൻസൽ ചെയ്തിട്ട് പെട്ടെന്നെല്ലാം വന്നു. സ്വന്തക്കാരും ബന്ധുക്കാരും എല്ലാം ഹോസ്പിറ്റലിൽ വന്നു. ഞാൻ മരിച്ചു എന്നുള്ള വാർത്തയായിരുന്നു പ്രചരിച്ചത്. അവിടെ ഇവരെല്ലാം വന്നു കഴിഞ്ഞപ്പം അന്നേരത്തിന് എൻ്റെ ബോധം തെളിഞ്ഞു. എനിക്കൊരു പോറൽ പോലുമില്ല. ഈ ചോര മുഴുവൻ കിടക്കുന്നത് ഈ പോസ്റ്റ്മോർട്ടം ചെയ്തപ്പോഴാണ് രാധയുടെ ഏതാണ്ട് 6-7 വാരിയിൽ ഒടിഞ്ഞ് കരളിൽ കൊണ്ടുകയറി കരൾ 2-3 കരളിൽ വൻ മുറിവുണ്ടായി. തന്മൂലം ചെവിക്കൂടെയും വായിക്കൂടെയും മൂക്കിയൂടെയുള്ള ബ്ലഡ് നല്ലൊരു ശതമാനം പുറത്തേക്ക് വന്നു. ഇത് മുഴുവൻ എൻ്റെ ശരീരത്തായിരുന്നു. ഇത് കണ്ടിട്ടാണ് ഞാനാണ് മരിച്ചത് എന്ന് വിചാരിച്ച് ആൾക്കാർ വന്നത്. ഇപ്പോഴും എനിക്ക് വിശദീകരിക്കാനാത്ത ഒരു സംഭവം എന്ന് പറയുന്നത്, ഓപ്പോസിറ്റ് സൈഡിൽ നിന്നും വണ്ടി വന്നിട്ട് എൻ്റെ വണ്ടിക്കെട്ട് ഇടിച്ചിട്ട് ഇടിച്ച അവരുടെ 2 പേരുടെയും കൈയും കാലും എല്ലാം ഒടിഞ്ഞു. എൻ്റെ പുറകിലിരുന്ന ആൾ മരിച്ചും പോയി. എന്നിട്ടും ഫ്രണ്ടിലിരുന്ന വണ്ടി ഓടിച്ചിരുന്ന എനിക്ക് ഒരു പോറൽ പോലും സംഭവിച്ചില്ല. ഇപ്പോഴും അതെങ്ങനെയാണ് ഉണ്ടായതെന്ന് എനിക്ക് അറിയത്തില്ല. ഇതൊക്കെ ദൈവത്തിൻ്റെ സംരക്ഷണം എന്നല്ലാണ്ട് എന്താണ് പറയുവാൻ സാധിക്കുന്നത്. അതുപോലെ ഒരിക്കൽ ഞാനും എൻ്റെ ഒരു കസിനും കൂടെ വാൾപ്പാറ എന്ന് പറഞ്ഞ സ്ഥലത്തെ, എൻ്റെ കസിൻ്റെ സഹോദരൻ അവിടെ ടീ എസ്റ്റേറ്റിലെ ടാറ്റ ടീയിലെ മാനേജറാണ്. അവിടെ പുതുതായിട്ട് വന്ന് ചാർജ് എടുത്തു. ഞങ്ങളൊരു വീക്കെൻഡിൽ പെട്ടെന്ന് പ്ലാൻ ചെയ്ത് പോയതാണ്. ഒരു ബുള്ളറ്റിലാണ് പോകുന്നത്. ചാലക്കുടിയിൽ വന്നു. അതിനുശേഷം ഷോളയാർക്ക് പോകണേ. ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ തന്നെ രാത്രി 9 മണിയായി. ഞങ്ങൾ ഇവിടുന്ന് കുറച്ച് ഷോളയാറിലേക്ക് കയറി വനപ്രദേശത്തേക്ക് കയറിയപ്പം ലോറികളെല്ലാം ഇവിടെ കിടപ്പുണ്ട്. ലോറിക്കാരോട് ചോദിച്ചപ്പോൾ പറഞ്ഞു രാത്രി ഇതിലെ ആരും സഞ്ചരിക്കില്ല, നിങ്ങൾ പോകരുത്, വനമാണ് എന്ന് പറഞ്ഞു. അന്നേരം ഞങ്ങളുടെ നാട്ടിലും വനമുണ്ട്, പൊന്തമ്പുഴ വനം എന്ന് പറഞ്ഞ പോലെ വനമുണ്ട്. അതുപോലൊക്കെ വനമായിരിക്കുമെന്നാണ് ഞങ്ങളും പ്രതീക്ഷിച്ചത്. ഞങ്ങളേതായാലും വണ്ടിയും വിട്ടങ്ങ് പോയി. കുറേ ചെന്ന് കഴിഞ്ഞപ്പോഴാണ് റോഡിൻ്റെ നടുക്ക് ആന നിൽക്കുന്നു. ഞങ്ങളങ്ങ് സ്തംഭിച്ചു പോയി. ഒരു വശം അഗാധമായി കറുത്തും ഒരാവശത്തെ
ഇങ്ങനെ ചെരുവ്. കൗണ്ട് ഡൗൺ, ഞാനായിരുന്നു വണ്ടി ഓടിച്ചിരുന്നത്, ആന ഒരു 10-50 കോടി മുമ്പിൽ. ജീവിതത്തിലെ കൗണ്ട് ഡൗൺ എണ്ണിയ നിമിഷങ്ങളായിരുന്നു അത്. അങ്ങനെ സ്തംഭിച്ച് എന്ത് ചെയ്യണമെന്ന് പറയുന്നത്, സ്തംഭിച്ച് അവിടെ ഇരുന്ന് പോയി. ഏതായാലും ആനയെ കുറച്ച് നേരം അവിടെ ഇങ്ങനെ നോക്കി നിന്നതിന് ശേഷം ദൈവം അവിടെയും പ്രവർത്തിച്ചു. ആന പതുക്കെ ചെരുവിലേക്ക് കയറിപ്പോവുകയുണ്ടായി. ഞാനൊരു കമ്പനിയുടെ, ഒരു അമേരിക്കൻ കമ്പനിയുടെ കേരളത്തിലെ ട്രെയിനറായിട്ട് വർക്ക് ചെയ്യുന്ന സമയത്ത് വിദേശത്തേക്ക് ഒരു ട്രെയിനിങ്ങിന് പോകാനുള്ള ഇന്ത്യയിലെ 12 പേരിൽ ഒരാളായിട്ട് എനിക്കും സെലക്ഷൻ ലഭിക്കുകയുണ്ടായി. എനിക്ക് ഈ സെലക്ഷൻ കിട്ടിയപ്പം പണ്ട് തൊട്ടേ എൻ്റെ ഒരു പ്രവർത്തന രീതി എന്ന് പറഞ്ഞാൽ കൂട്ടുപിടിച്ച് ഞാനൊന്നും ചെയ്യാറില്ല. ക്രൗഡ് ഈസ് നോട്ട് എ കമ്പാനിയൻ. ആൾക്കൂട്ടത്തിനെ കൂട്ടുപിടിച്ചാൽ ചിലപ്പം അത് പല ട്രബിളിലേക്കും വരും. ചിലപ്പം പല പ്രലോഭനങ്ങളിലും നമ്മൾ ചിലപ്പം അകപ്പെട്ടു പോകേണ്ടി വരും. അത് കാരണം എപ്പോഴും ഞാനൊരു മാർജിൻ ഇട്ടേ നിൽക്കാറുള്ളൂ. അപ്പോൾ ഇങ്ങനെ സെലക്ഷൻ കിട്ടിക്കഴിഞ്ഞപ്പം ഞാൻ എൻ്റെ സ്ഥാപനത്തിൻ്റെ ഡയറക്ടറോട് പറഞ്ഞു, സാർ എനിക്ക് ഒറ്റയ്ക്ക് ടിക്കറ്റ് തന്നാൽ മതി, ഈ 12 പേരും കൂടെ ഒരുമിച്ച് പോകുവാൻ എനിക്ക് താല്പര്യമില്ലെന്ന് പറഞ്ഞു. അവരാരും മോശക്കാരായിട്ടില്ല, അവരെല്ലാവരും എന്നെക്കാട്ടിലും പ്രഗത്ഭരാണ് അവരാണ്. പക്ഷെങ്കിൽ ഒറ്റയ്ക്ക് പോവുക എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ചുള്ള നമ്മുടെ ഓരോ കാര്യങ്ങളും അനുഭവങ്ങളായിരിക്കണം. അന്നേരം ഈ 12 പേരും നമ്മളെക്കാളും പ്രഗത്ഭരായ അവരുടെ കൂട്ടത്തിൽ പോയി കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഓരോ എയർപോർട്ടിലൊക്കെ ചെല്ലുമ്പം, നമ്മുടെ ഈ കൊച്ചി എയർപോർട്ടിലെ പോലെ 2-3 പ്ലെയിനൊന്നും അല്ല കിടക്കുന്നത്. നമ്മൾ 10-100-200 പ്ലെയിനുകൾ കിടക്കുമ്പോൾ നമ്മൾ എന്തെയും ഈ വഴിയോര കാഴ്ചകളും കണ്ടുകൊണ്ട് പ്ലെയിനിൻ്റെ എണ്ണവും എടുത്തുകൊണ്ടേയും അതിൻ്റെ ശോഭ കണ്ടുകൊണ്ടേയും ഒക്കെ നമ്മൾ നടക്കും. നമ്മൾ ഈ എയർപോർട്ടിലൊക്കെ നടത്തുന്നതിൻ്റെ പ്രൊസീഡിങ്സ് ഉണ്ടല്ലോ, അതൊന്നും പലപ്പോഴും നമ്മൾ ചെയ്യത്തില്ല. കാരണം നമ്മളോട് ചെയ്യാൻ എക്സ്പീരിയൻസ് ആയിട്ടുള്ള ആൾക്കാരുണ്ട്, അവർ കാര്യങ്ങളെല്ലാം ചെയ്യും. നമ്മളൊരു ഈസി ഗോയിങ് ആയിട്ട് നമ്മൾ പോകും, ഇവരുടെ പുറകെ നമ്മളങ്ങ് പോകും. ഇങ്ങനെ 10 പ്രാവശ്യം പോയാലും നമ്മൾ ഇങ്ങനെയുള്ള ഇവിടുത്തെ ഈ പ്രൊസീഡിങ്സോ കാര്യങ്ങളോ നമ്മൾ പഠിക്കത്തില്ല. അതേസമയം ഒറ്റയ്ക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് ഇച്ചിരി ടെൻഷൻ ഉണ്ടായിരിക്കാം, റിസ്ക് ഫാക്ടർ ഉണ്ടായി ഒക്കെ സമ്മതിക്കുന്നു. പക്ഷെങ്കിൽ ഇതെല്ലാം നമ്മൾ കാര്യങ്ങൾ പഠിച്ച് അന്നേരം തീർച്ചയായിട്ടും നമ്മളിങ്ങനെ സ്വയം പഠിച്ചു കഴിഞ്ഞാൽ നാളെ മറ്റൊരാൾ പോകുമ്പം ഇന്ന എയർപോർട്ടിൽ ഇന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കണം, ഇന്ന കാര്യങ്ങളാണ് ചെയ്യേണ്ടത് എന്നൊക്കെ അല്ലെങ്കിൽ ഒരു എയർപോർട്ടിൽ ചെല്ലുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ഇങ്ങനെ ഓരോ കാര്യങ്ങളെപ്പറ്റി നമുക്ക് മനസ്സിലാക്കി കൊടുക്കുവാനോ അല്ലെങ്കിൽ ഒരു ക്ലാസ് എടുക്കുവാനോ നമുക്ക് സാധിക്കും. അങ്ങനെ ഞാൻ ഒറ്റയ്ക്ക് പൊക്കോളാം എന്ന് ആവശ്യപ്പെട്ടത്. അപ്പോഴും എന്നോട് പറഞ്ഞു, ബിനു ഫസ്റ്റ് ടൈം അല്ലേ, ബിനുവിനെ സംബന്ധിച്ചുള്ള മറ്റവർക്ക് വളരെ എക്സ്പീരിയൻസ്ഡ് ആണ്. ഞാൻ പറഞ്ഞു, സാരമില്ല, ഡോണ്ട് വറി, ഞാനത് മാനേജ് ചെയ്തോളാം എന്ന് പറഞ്ഞു. അങ്ങനെ എനിക്ക് ടിക്കറ്റ് കിട്ടിയത് കൊച്ചി ടു ഹൈദരാബാദ് ടു ആംസ്റ്റർഡാം, നെതർലാൻഡ് ആംസ്റ്റർഡാം ടു ന്യൂയോർക്ക്. ഇങ്ങനെയായിരുന്നു എൻ്റെ ടിക്കറ്റ് കിട്ടിയത്. കൊച്ചിയിൽ നിന്ന് ഞാൻ ഹൈദരാബാദിലെത്തി. ഹൈദരാബാദിൽ നിന്നും വെളുപ്പിനെ 3 മണിക്കാണ് KLMൻ്റെ ഡബിൾ ഡെക്കർ പ്ലെയിനാണ്, 920 യാത്രക്കാർ ഉൾക്കൊള്ളാൻ പറ്റുന്ന വളരെ വലിയ പ്ലെയിനാണ്. എനിക്ക് തോന്നുന്നത് അത്രയും വലിയ പ്ലെയിനൊന്നും ഇവിടെ കൊച്ചിയിൽ KLMൻ്റെ പ്ലെയിനൊന്നും കൊച്ചിയിൽ വരുന്നില്ല. അത്രയും വലിയ പ്ലെയിനിന് ലാൻഡ് ചെയ്യാൻ സാധിക്കാത്തതുകൊണ്ടാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അവിടെ ഒരു തലേദിവസം ചെന്നു. ഹോട്ടൽ സംവിധാനങ്ങളൊക്കെ കമ്പനി അവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. ഹോട്ടലിൽ നിന്നും എയർപോർട്ടിലേക്ക് പോകാനുള്ള ടാക്സിയും യഥാസമയം വന്നു. ഞാൻ എയർപോർട്ടിൽ ഒരു 11 കഴിഞ്ഞപ്പോൾ ചെന്നു 3 മണിക്കൂർ മുമ്പ് നമ്മൾ റിപ്പോർട്ട് ചെയ്യണമല്ലോ. ചെന്ന് ഒരു 10-20 കൗണ്ടറിലായിട്ടാണ് ക്യൂ ആണ്, വളരെ നീണ്ട ക്യൂ ആണ് എമിഗ്രേഷൻ കൗണ്ടറിൽ. ഞാൻ ഏതാണ്ട് 2ാമത്തെ കൗണ്ടറിൽ ക്യൂവിലായിട്ടുമായിരുന്നു. ഞാൻ ചെന്നു, എൻ്റെ പാസ്പോർട്ടും വിസയും കാണിച്ചു. അവിടെ ഇരുന്ന ആൾ എന്നെ അവിടെ വെച്ച് ഒരു ഇൻ്റർവ്യൂ, എന്തിനാണ് പോകുന്നത്, അപ്പം ഇതുപോലെ കമ്പനി വിടുന്നതാണ്, ട്രെയിനിങ്ങിന് പോകുന്നതാണ് എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അടുത്ത ചോദ്യം, വേർ ഈസ് ദ സെലക്ഷൻ ലെറ്റർ എന്ന്. ഇപ്പോൾ അമേരിക്കയ്ക്ക് പോകുമ്പം എന്തൊക്കെയാണ് കൈ വേണ്ടത്, A to Z കാര്യങ്ങൾ കമ്പനി നമ്മളെ പഠിപ്പിക്കുകയും അതിന് വേണ്ട ഈവൻ പോക്കറ്റ് മണി വരെയുള്ള സാമ്പത്തിക ചിലവുകൾ എല്ലാം കമ്പനി നമുക്ക് തരികയും ശ്രദ്ധിക്കേണ്ട എല്ലാ കാര്യങ്ങളെപ്പറ്റിയും കയ്യിൽ കരുതേണ്ട എല്ലാ പേപ്പറുകളെപ്പറ്റിയും എല്ലാം നമുക്ക് സ്റ്റഡി ക്ലാസ് തന്നിട്ടാണ് വിട്ടത്.
പക്ഷേ ഈ ഒരു സെലക്ഷൻ ലെറ്റർ കയ്യിൽ വശം വെക്കണം എന്ന് പറയാഞ്ഞത് കാരണം ഈ ലെറ്റർ എൻ്റെ കയ്യിലില്ല. ഈ പേപ്പറുകളും ഇവരാവശ്യപ്പെടുന്ന എല്ലാ സംഗതികളിലും സബ്മിറ്റ് ചെയ്തിരുമ്പോഴാണ് നമുക്ക് അമേരിക്കയ്ക്ക് പോകാനുള്ള വിസ ചെന്നൈയിലുള്ള എംബസിയിൽ നിന്ന് ലഭിക്കുകയുള്ളൂ. 10 പേര് ചെല്ലുമ്പോഴായിരിക്കും ചിലപ്പം ഒരാൾക്ക് ലഭിക്കുന്നത്. ഇതെല്ലാം നോക്കി ഇവർക്ക് പോകേണ്ട ആവശ്യകത, പോയാൽ തിരിച്ചു വരുമോ, സാമ്പത്തിക ചുറ്റുപാട്, കാര്യങ്ങളെല്ലാം നിരവധി മാനദണ്ഡങ്ങൾ നോക്കിയതിന് ശേഷമാണ് നമുക്ക് വിസ ഇഷ്യൂ ചെയ്യുന്നത്. അങ്ങനെ ആ വിസ ഇഷ്യൂ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എംബസി ചെല്ലുമ്പം ഈ വരുന്ന വിസയുമായിട്ട് വരുന്ന ആളെ ഈ ബിനു കണ്ണന്താനം തന്നെയാണോ ഈ വരുന്നത്, അതോ വേറെ മറ്റാരെങ്കിലും ആണോ, ആൾമാറാട്ടം വല്ലതും ഉണ്ടോ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രമാണ് അവർക്ക് നോക്കേണ്ടത്. അല്ലാണ്ട് എന്തിനു പോകുന്നു, എങ്ങനെ പോകുന്നു എന്നൊന്നും ഇവർ അന്വേഷിക്കേണ്ട കാര്യമില്ല. അതിനൊക്കെയാണ് എംബസിയിലുള്ള ഉദ്യോഗസ്ഥർ ഇതെല്ലാം പരിശോധിച്ച് നമുക്ക് അനുവാദം തന്നിട്ട് നമ്മൾ അവിടെ ചെല്ലുമ്പം ഇവർ പിന്നെ നമ്മളെ ഒരു ഇൻ്റർവ്യൂ, ഇവർ സ്റ്റാമ്പ് ചെയ്ത് തരാതെ നമുക്ക് കടന്നു പോകാൻ പറ്റത്തില്ല. അന്നേരം ഇവർ ചോദിക്കുന്ന കാര്യങ്ങളെല്ലാം വളരെ വിനീത വിധേയത്തോടുകൂടി മറുപടി പറയുക മാത്രമേ മാർഗമുള്ളൂ. അന്നേരം ഇത് കയ്യിലില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ നോട്ട് അലൗഡ് ഫോർ യു എന്നും പറഞ്ഞുകൊണ്ട് എൻ്റെ പാസ്പോർട്ടും വിസയും ഇങ്ങ് തിരിച്ചു തന്നു. ഇതുപോലില്ല ജീവിതത്തിൽ വിഷമിക്കാൻ. ഇവിടെ അമേരിക്കയ്ക്ക് പോകുമെന്ന് പറഞ്ഞ വലിയ യാത്രയപ്പുകളും എല്ലാം തന്ന് നമ്മൾ വലിയ കാര്യത്തിൽ അങ്ങോട്ട് പോയി, അതുമല്ല അഹങ്കാരത്തോടുകൂടി ഒറ്റയ്ക്ക് പൊക്കോളാം എന്നും പറഞ്ഞ് കമ്പനിയിൽ നിന്ന് അനുവാദവും വാങ്ങിച്ച് ഒറ്റയ്ക്ക് പോയിട്ട് ഹൈദരാബാദ് വരെ ചെന്നിട്ട് തിരിച്ചു പോരുക എന്ന് പറയുന്ന സംഗതി നമ്മൾ ചിന്തിക്കാൻ പോലും സാധിക്കത്തില്ല. നമ്മുടെ അതുപോലെ ലഗേജും എല്ലാം അതിന് മുമ്പ് തന്നെ കയറ്റി വിടുകയും ചെയ്തു. ഗുഡ്നസ് ടി വി പ്രേക്ഷകർക്ക് ഒരു സന്തോഷ വാർത്ത. ഗുഡ്നസ് ടെലിവിഷൻ ഇനി മുതൽ സാറ്റലൈറ്റിൽ മാത്രമല്ല OTT പ്ലാറ്റ്ഫോമിലും ലഭ്യമാണ്. ഇനി മുതൽ OTT പ്ലാറ്റ്ഫോമായ ഗൂഗിൾ ടിവിയിൽ ഗുഡ്നസ് ടെലിവിഷൻ ലഭ്യമാകുന്നു. Goodness. Stay with God. അവിടെ ഇങ്ങനെ നിരാശനായി, എൻ്റെ ദൈവമേ ഇതെന്തൊരു പരീക്ഷണമാണ് എന്ന് ഞാനിങ്ങനെ മനസ്സിൽ എനിക്കൊരു മെസ്സേജ് ദൈവം തന്നു, നീ അവസാനത്തെ ക്യൂവിലേക്ക് പോകാൻ. ഞാൻ ആദ്യത്തെ 1-2 ക്യൂവിലേക്കാണ് പോയത്. ഞാനിങ്ങനെ അവസാനത്തെ ഏതാണ്ട് 20-22 കൗണ്ടർ ഉണ്ടായിരുന്നു. അവസാനത്തെ ഒരു ക്യൂവിലേക്ക് ചെന്ന് കഴിഞ്ഞപ്പം ഒരു ചെറുപ്പക്കാരനാണ് ആ ക്യൂവിലിരിക്കുന്നത്. ഞാൻ ആ ക്യൂവിൽ പോയി വലിയ തിരക്കൊന്നുമില്ല. പെട്ടെന്ന് പുള്ളി നോക്കി ആൾക്കാരെ സ്റ്റാമ്പ് ചെയ്ത് വിടുന്നുണ്ട്. ഞാൻ അവിടെ പോയി എന്നിട്ട് എൻ്റെ പാസ്പോർട്ടും വിസയും കാണിച്ചു. അന്നേരത്തെ ചങ്കടി ഇപ്പോൾ വാക്കുകൾ കൊണ്ട് വിവരിക്കാൻ സാധിക്കത്തില്ല. അദ്ദേഹം നോക്കി പാസ്പോർട്ടിലെ ഫോട്ടോയും എൻ്റെ മുഖവും നോക്കി ഒന്ന് തന്നെയാണെന്ന് മനസ്സിലായി. സ്റ്റാമ്പ് ചെയ്ത് കൈ തന്നു. നമുക്ക് പോകുവാൻ സാധിച്ചു. അവിടെയും ദൈവത്തിൻ്റെ ഇടപെടലാണ് ഉണ്ടായത്. ഇല്ല എങ്കിൽ ഞാൻ അവിടുന്ന് തന്നെ തിരിച്ചു പോരുകയും എല്ലാവരുടെയും മുമ്പിൽ അഹങ്കാരത്തിന് അവന് കിട്ടിയതാണ് കണക്കായി പോയി എന്ന് എൻ്റെ സഹപ്രവർത്തകരും എല്ലാം പറഞ്ഞ് ചിരിക്കുവാനും ഇടവന്നേനെ. പക്ഷേ ദൈവം അതിനെ അനുവദിച്ചില്ല. ദൈവം അവിടെ എനിക്ക് വേണ്ടി ഇടപെടുകയുണ്ടായി. അവിടെ ചെന്നിട്ട് അമേരിക്കയിൽ ചെന്ന് ട്രെയിനിങ് തീരുന്നിടത്തോളം കാലം എനിക്കുള്ള അക്കോമഡേഷൻ ഹോട്ടൽ ഷെറട്ടൺ എന്ന ഹോട്ടലായിരുന്നു എനിക്കുള്ള അക്കോമഡേഷൻ തന്നിരുന്നത്. ഷെറട്ടൺ എന്ന് പറഞ്ഞാൽ ലോകത്തിലുള്ള വിവിധ രാജ്യങ്ങളിലുള്ള പ്രമുഖ നഗരങ്ങളിലുള്ള ഹോട്ടൽ ശൃംഖലയാണ് ഹോട്ടൽ ഷെറട്ടൺ. വളരെ എക്സ്പെൻസീവ് ആയിട്ടുള്ള ഹോട്ടലാണ്. കമ്പനിയുടെ ചിലവാണ്. ഞാൻ അവിടെയാണ് താമസിക്കുന്നത് പറഞ്ഞപ്പോൾ എൻ്റെ ഒരു കസിനെ അവിടെ ചെന്നിട്ട് ഞാൻ വിളിച്ചപ്പോൾ, നീ നാട്ടിലെ സ്വത്ത് മുഴുവൻ വിറ്റിട്ടാണ് ഇവിടെ വന്നത്, ഞങ്ങളാരും അവിടെ പോയി ഒരു ചായ പോലും കുടിച്ചിട്ടില്ല, അത്ര എക്സ്പെൻസീവ് ആണെന്ന് പറഞ്ഞു. അവിടെ ദിവസങ്ങളോളം താമസിച്ചിട്ടും ഒരിക്കലും ഒരു മലയാളിയെ എനിക്ക് അവിടെ കാണുവാൻ സാധിച്ചില്ല. തിരിച്ച് നാട്ടിലേക്ക് പോരുകയാണ്. ഏതാണ്ട് 12 മണിക്കാണ് പ്ലെയിന്. 12-12:30 ഒരു പ്ലെയിൻ. ഞാനൊരു 9 മണി കഴിഞ്ഞപ്പം പെട്ടിയലായി ലോഞ്ചിൽ വന്ന് ഇരിക്കുകയാണ്. കാർ വരാൻ വേണ്ടി വെയിറ്റ് ചെയ്ത് ലോഞ്ചിലിരിക്കുകയാണ്. അപ്പോൾ ആ ലോഞ്ചിലിരുന്ന 2 പേർ എൻ്റെ അടുത്ത് വന്നിട്ട് എന്നോട് ചോദിച്ചു, മലയാളിയാണോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു അതെ. ആദ്യമായിട്ടാണ് ഞാൻ അപ്പോൾ ആ ഹോട്ടലിൽ വെച്ച് ഒരു മലയാളികളെ പരിചയപ്പെടുന്നത്. എവിടെ നാട്? ഞാൻ പറയും മണിമലയെ. ഞങ്ങളും അതിനടുത്താണ്. ഒരാൾ റാന്നിക്കാരൻ, ഒരാൾ മല്ലപ്പള്ളിക്കാരൻ. അന്നേരം വീട്ടുപേരെല്ലാം പറഞ്ഞു കഴിഞ്ഞപ്പം എന്നെ അദ്ദേഹം അറിയത്തില്ലെങ്കിലും എൻ്റെ സഹോദരൻ അൽഫോൺസ് കണ്ണന്താനത്തിനെ അവർക്കെല്ലാം നല്ല പരിചയമാണ്.
അത് കഴിഞ്ഞിട്ട് കാര്യങ്ങൾ എന്താണ് ഇവിടെ എന്ന് ചോദിച്ചു. കാര്യങ്ങളെല്ലാം പറഞ്ഞ് 12:30-ക്കാണ് പ്ലെയിന് എന്ന് പറഞ്ഞു. എയർപോർട്ടിലേക്ക് പോകാൻ വേണ്ടി ഇപ്പം വണ്ടി വരുമെന്ന് പറഞ്ഞു. അന്നേരം അവർ സൂക്ഷിച്ച് എൻ്റെ ബാഗിലേക്ക് ഇടയ്ക്ക് ഇങ്ങനെ നോക്കുന്നുണ്ടായിരുന്നു. വലിയൊരു ബാഗായിരുന്നു, ഹാൻഡ് ബാഗല്ല, മറ്റേ ലഗേജ് കെട്ടിടാനുള്ള വലിയ ബാഗ്. എന്നിട്ട് അതിലൊരാൾ ചോദിച്ചു, ഇത് വെയിറ്റ് കൂടുതലില്ലെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, അല്ല 42 കിലോയാണ് അലൗഡ്, 41 കിലോയേ ഉള്ളൂ, ഞാൻ നോക്കിയാന്ന് പറഞ്ഞു. അന്നേരം നമുക്ക് അമേരിക്കയ്ക്ക് പോകുമ്പം നമുക്ക് 42 കിലോ ബാഗേജും കൊണ്ടുപോകാം, പിന്നെ ഹാൻഡ് ബാഗിൻ്റെ അകത്ത് 8 കിലോയുടെ ഹാൻഡ് ബാഗും. ഇതാണ് ഇപ്പം മാറ്റം വല്ലതും വന്നിട്ടുണ്ടല്ലോ, അല്ല ഞാൻ പിന്നെ ഏതാനും നാളുകൾക്ക് മുമ്പ് പോയപ്പോഴും അത് തന്നെയായിരുന്നു. അന്നേരം ഞാൻ എൻ്റെ ബാഗിൻ്റെ അകത്ത് 41 കിലോ ഉള്ളൂ, 42 കിലോ ഇല്ല. അപ്പോഴാണ് അവർ പറഞ്ഞത്, ബിനു 42 കിലോ കൊണ്ടുപോകാം, പക്ഷെങ്കിൽ അത് 2 ബാഗിലായിട്ട് വേണം, ഒരു ബാഗിൻ്റെ അകത്ത് 21 കിലോ വീതമേ പറ്റത്തുള്ളൂ, ഇത് അവിടെ ചെല്ലുമ്പോൾ അവർ കയറ്റിയെടുത്തില്ല, പ്രശ്നമാവും എന്ന് പറഞ്ഞു. ഞാനങ്ങ് അന്തം വിട്ടുപോയി. കാരണം ഇതിനകത്തുള്ള റൂൾസിൻ്റെ അകത്ത് 42 കിലോ അലൗഡെന്ന് മാത്രമേ എഴുതിയിട്ടുള്ളൂ, അല്ലാണ്ട് അത് 2 ബാഗിൽ വേണമെന്ന് എഴുതാഞ്ഞത് കാരണം ഇത് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടുമില്ല. ഇനി എന്താണ് ചെയ്യുന്നത്? ഇനിയിപ്പം നമ്മൾ പുറത്ത് പോയി പെട്ടി വാങ്ങിച്ചുകൊണ്ട് അത് റീപാക്ക് ചെയ്ത് പോവുക എന്ന് പറയുമ്പോഴത്തേനൊക്കെ സമയം, പിന്നെ പ്ലെയിൻ പോകാൻ ഇത്രയ്ക്ക് 3 മണിക്കൂർ മുമ്പ് എയർപോർട്ട് നമ്മൾ ചെല്ലുകയും വേണം. അതുകൊണ്ട് പിന്നെ സമയം വളരെ അടുത്തും വരുന്നു. പിന്നെ പെട്ടി വാങ്ങിക്കണമെങ്കിൽ ഹോട്ടലിൽ നിന്ന് പിന്നെ ടാക്സി പിടിച്ച് എവിടെയെങ്കിലും പുറത്ത് പോയി വേണം, ഏതെങ്കിലും സ്റ്റോറിൽ പോയി വേണം വാങ്ങിക്കാനും ഒക്കെ. ആകപ്പാടെ എനിക്ക് വളരെ ടെൻഷനായി. അപ്പോൾ അവർ പറഞ്ഞു, ബിനു ടെൻഷൻ അടിക്കൊന്നും വേണ്ട, പിന്നെ ഞങ്ങളുടെ കൂടെ പോരെ, ഞങ്ങളൊക്കെ വീട്ടിൽ ഇഷ്ടംപോലെ ബാഗുകൾ ഇരിപ്പുണ്ട്, അതിൽ നിന്ന് നല്ലൊരു ബാഗ് എടുത്തിട്ട് നമുക്ക് അവിടെ റീപാക്ക് ചെയ്തിട്ട് ഞങ്ങളുണ്ട് എയർപോർട്ടിലേക്ക് വിട്ടോളാം എന്നും പറഞ്ഞ് അന്നത്തെ എനിക്കുള്ള ടാക്സി തിരിച്ചു വിട്ടിട്ട് അവർ എന്നെയും കൂട്ടിക്കൊണ്ട് പോയി അവരുടെ വീട്ടിൽ പോയി. പിന്നെ അവരുടെ സ്റ്റോറിൽ നോക്കിയാൽ ഇഷ്ടംപോലെ ബാഗുകളാണ് ഇരിക്കുന്നത്. പിന്നെ ഇഷ്ടമുള്ളൊരു ബാഗ് എടുക്കാൻ പറഞ്ഞു. അതിലൊരു ബാഗ് ഞാൻ എടുത്തു. അതിൻ്റെ അകത്ത് അവരോട് കൂടി പിന്നെ ഇതിനകത്തു നിന്നുള്ള 21 കിലോ മറ്റേ പെട്ടിക്കകത്തോട് വെച്ച് അവരെന്നെ കൊണ്ട് എയർപോർട്ടിൽ കൊണ്ട് വിട്ടു. ഇതിനൊക്കെ ദൈവത്തിനോടല്ലാണ്ട് ആരോടാണ് നന്ദി പറയേണ്ടത്? അവിടെ ഞാൻ ഇതുപോലൊരു പ്രതിസന്ധിയിലേക്കാണ് പോകുന്നത് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ ദൈവം അവിടെ ഇടപെടുകയും അവർ അവിടെ വരികയും അവരുടെ പ്രവർത്തനം മൂലം ആ പ്രതിസന്ധിയിൽ നിന്നും എനിക്ക് രക്ഷപ്പെടുവാനും സാധിക്കുകയുണ്ടായി. പ്രാർത്ഥനയ്ക്കൊപ്പം എന്നും ഞാൻ ഒരു അരമണിക്കൂറെങ്കിലും ധ്യാനിച്ച് ഇരിക്കാറുണ്ട്. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ആഹാരം കിട്ടിയില്ലെങ്കിൽ എനിക്ക് പ്രശ്നമില്ല, ആ ധ്യാനം എനിക്ക് ഒത്തിരി മുന്നൊരുക്കങ്ങൾക്കും മുന്നറിയിപ്പുകൾക്കും എനിക്ക് നൽകുന്ന ഒരു സംഗതിയാണ്. ചിലപ്പോൾ ഫ്ലാഷ് ലൈറ്റ് അടിക്കുന്ന പോലെയാണ് ചില ചിന്തകൾ ഇങ്ങനെ പെട്ടെന്ന് മനസ്സിലേക്ക് വരുന്നത്. അതുപോലെ പള്ളിയിൽ പോയാലും ഞങ്ങളുടെ ഞായറാഴ്ച കുർബാന, മെയിൻ കുർബാന 7:30-ക്കാണ്, 9 തീരും. പക്ഷേ ഞാൻ 7 മണിയാകുമ്പോൾ പള്ളിയിൽ കയറും. എപ്പോഴും പള്ളിയിൽ പോയാൽ എനിക്ക് നിർബന്ധമുണ്ട് ഏറ്റവും മുൻപിൽ പോയി ഇരുന്ന് ആ കുർബാന ലയിച്ച് ഉൾക്കൊള്ളണം എന്ന നിർബന്ധമുണ്ട്. അതിന് തന്നെയാണ് ഞാൻ ഏറ്റവും നേരത്തെ തന്നെ പള്ളിയിൽ ചെല്ലുന്നത്. പക്ഷേ ഇന്ന് പലപ്പോഴും കാണാറൊരു പ്രതിഭാസം, പലരും, എല്ലാവരുമല്ല ചിലരൊക്കെ പള്ളിയിൽ പോകുന്നത് ഞായറാഴ്ച പള്ളിയിൽ പോയി എന്ന് മറ്റുള്ളവരെ ബോധ്യപ്പെടുത്തുവാൻ വേണ്ടിയാണ്. ഈ കൂട്ടർ പള്ളിയിൽ എത്ര ഇടയുണ്ടെങ്കിലും പള്ളിയിൽ കയറത്തില്ല. പുറത്തെ ആനവാതുക്കൽ പുറംതിരിഞ്ഞ് ഇരിക്കുകയാണ്. എത്ര പ്രാവശ്യം വൈദികർ ആവശ്യപ്പെട്ടാലും നിർദ്ദേശം കൊടുത്താലും അവർ പിന്നെയും തദൈവ. ഇവർ എന്ത് ദ്രോഹമാണ് ചെയ്യുന്നത് എന്ന് പലപ്പോഴും സ്വയം ഒന്ന് ചിന്തിക്കുക. ഇത് മറ്റുള്ളവർക്ക്, പ്രത്യേകിച്ച് കുർബാന ചൊല്ലുന്ന വൈദികനെ എന്തുമാത്രം ഡിസ്റ്റർബൻസ് ആയിരിക്കും ഈ ഇരിപ്പിലൂടെ നൽകുക എന്നത് ഇവർ എന്താണ് മനസ്സിലാക്കാത്തതെന്ന് ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട്. മുൻപിൽ ആനവാതുക്കൽ വന്നിട്ട് പുറം തിരിഞ്ഞ് ഇരിക്കുമ്പം അവരെ നോക്കി ഒരു വൈദികനെ എത്ര നന്നായിട്ട് കുർബാന ചൊല്ലാൻ പലപ്പോഴും സാധിക്കും എന്ന് ഇവർ ചിന്തിക്കുക. അപ്പോൾ ഞാനിത് പറഞ്ഞു വരുന്നത്, നമുക്ക് ജീവിതത്തിൽ വിജയിക്കണമെങ്കിൽ
ശക്തമായ പ്രാർത്ഥനയുടെ, ശക്തമായ ധ്യാനത്തിൻ്റെ ഒക്കെ പിൻബലം വേണം. ആ പിൻബലം ഉണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ വഴികൾ കൃത്യമായി ചൂണ്ടിക്കാണിച്ച് കൃത്യമായി വഴികൾ ഒരുക്കി നമ്മളെ ദൈവം മുമ്പോട്ട് നയിക്കത്തുള്ളൂ. അല്ലാണ്ട് ഞാൻ എൻ്റെ കഴിവ്, എൻ്റെ മിടുക്ക്, അതുകൊണ്ട് ഞാൻ വിജയിക്കുന്നു എന്ന് ചിന്തിച്ച് ഒരിക്കലും മുമ്പോട്ട് പോകാതിരിക്കുവാൻ ജീവിതത്തിൽ വിജയം ആഗ്രഹിക്കുന്ന ഓരോ വ്യക്തികളും എപ്പോഴും ശ്രമിക്കണം. ഗുഡ്നസ് ടിവിയുടെ വിജയത്തിലേക്ക് എന്ന പരമ്പരയുടെ ഈ അധ്യായം ഇവിടെ അവസാനിക്കുന്നു. മറ്റൊരു വിഷയമായി അടുത്തയാഴ്ച ഇതേ സമയം ഇതേ ദിവസം വീണ്ടും നമുക്ക് കണ്ടുമുട്ടാം. നന്ദി, നമസ്കാരം.